ചരിത്രം അധികവും ഒരു ജനക്കൂട്ടത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് സാധാരണ ആരംഭിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ്, ഒരു ആശയത്തിൽ നിന്നാണ്, ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നാണ്. 1998-ൽ 2 ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഒരു ചെറിയ ഗാരേജിൽ ഇരുന്ന് ലോകത്തിന്റെ വിവരങ്ങൾ ക്രമീകരിക്കുക എന്ന അസാധ്യമായ സ്വപ്നം കണ്ടു. മിക്കവരും അതിനെ പരിഹസിച്ചേനെ. അത് ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര ചെറുതായി തോന്നി. ഇന്ന് ലോകം അതിനെ അറിയുന്നത് ഗൂഗിൾ എന്നാണ്, അല്ലെങ്കിൽ കൽക്കട്ടയിലെ വിശുദ്ധ തെരേസയെ ഓർക്കുക. ആയിരക്കണക്കിന് മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികളോടോ ലോകമെമ്പാടുമുള്ള അംഗീകാരത്തോടോ അല്ല അവർ ആരംഭിച്ചത്. കൊൽക്കത്തയിലെ തെരുവിൽ മരണാസന്നനായ ഒരു മനുഷ്യനെ അവർ കുനിഞ്ഞ് എടുത്തുയർത്തി. ഒരു കരുണാപ്രവൃത്തി, ഒരു വ്യക്തി, ഒരു തുടക്കം. ഇന്ന് ആ സ്നേഹം ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്പർശിച്ചു. ഈയിടെ ഇന്ത്യയിൽ തന്നെ പരീക്ഷാചോദ്യപേപ്പർ ചോർച്ച പോലുള്ള വിഷയങ്ങളിൽ ഉത്തരവാദിത്വം ആവശ്യപ്പെട്ട് കുറച്ചു ശബ്ദങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ രാജ്യമെമ്പാടും ശ്രദ്ധ നേടിയത് നാം കണ്ടു. നമ്മുടെ രാഷ്ട്രീയാഭിപ്രായം എന്തുതന്നെയായാലും പാഠം ഒന്നുതന്നെ: വലിയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വളരെ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചരിത്രം ഈ പാഠം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചരിത്രം അത് തെളിയിക്കുന്നതിനും മുമ്പേ യേശു അത് അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ദൈവരാജ്യം വിശദീകരിക്കാൻ അവിടുന്ന് ഒരു ചക്രവർത്തിയെയോ ഒരു സൈന്യത്തെയോ ഒരു കൊട്ടാരത്തെയോ ചൂണ്ടിക്കാണിക്കാതിരുന്നത്. അവിടുന്ന് ഒരു ചെറിയ കടുകുമണി കയ്യിലെടുത്തു. ഒരു പിടി പുളിപ്പിന്റെ ചൂണ്ടിക്കാണിച്ചു. ആദ്യം കേൾക്കുമ്പോൾ അത് നിരാശാജനകമായി തോന്നാം. പക്ഷേ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം. കാരണം ദൈവം ചെറുതായി തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നു. കടുകുമണി. കൈപ്പത്തിയിൽ ആ കടുകുമണി ഏതാണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതായിരുന്നു. എന്നിട്ടും അത് പക്ഷികൾക്ക് അഭയം നൽകുന്ന ഒരു വലിയ ചെടിയായി വളർന്നു. തിരുവചനത്തിൽ വലിയ വൃക്ഷങ്ങൾ പലപ്പോഴും അനേകം ജനതകൾക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു. യേശു അസാധാരണമായ ഒരു കാര്യമാണ് പറയുന്നത്. എന്റെ രാജ്യം ഇന്ന് നിസ്സാരമായി തോന്നിയേക്കാം. അത് 12 സാധാരണ മുക്കുവരിൽ നിന്ന് തുടങ്ങിയേക്കാം. നസറത്ത് എന്ന മറന്നുപോയ ഗ്രാമത്തിലും കാൽവരി എന്ന കുന്നിലും അത് ആരംഭിച്ചേക്കാം. എന്നാൽ ഒരു ദിവസം ലോകം മുഴുവൻ അതിൽ അഭയം കണ്ടെത്തും. ആ പ്രവചനം ഇന്ന് നമുക്ക് മുന്നിൽ പൂർത്തിയായി നിൽക്കുന്നു. 2000-ലേറെ വർഷങ്ങൾക്കുശേഷം ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ദിവ്യബലിമേശയ്ക്ക് ചുറ്റും ഒരുമിച്ചു കൂടുന്നു. കാരണം ഒരു ചെറിയ വിത്ത് നടപ്പെട്ടു. പുളിപ്പ്. പിന്നീട് യേശു മറ്റൊരു ഉപമ നൽകുന്നു: പുളിപ്പ്. വിത്തിൽ നിന്ന് വ്യത്യസ്തമായി പുളിപ്പ് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. അത് പിന്നീട് കാണാൻ കഴിയില്ല, എന്നിട്ടും അത് മുഴുവൻ മാവിനെയും രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് കൃപ പ്രവർത്തിക്കുന്ന വിധം. അതാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വിധം: നിശബ്ദമായി, ക്ഷമയോടെ, മൗനമായി, തലക്കെട്ടുകൾ സൃഷ്ടിക്കാതെ. ലോകം സ്ഫോടനങ്ങളെ ആഘോഷിക്കുന്നു, ദൈവം പുളിക്കലിനെ പ്രിയപ്പെടുന്നു. ലോകം സെലിബ്രിറ്റികളെ പ്രശംസിക്കുന്നു, ദൈവം മറഞ്ഞിരിക്കുന്ന വിശുദ്ധരിൽ ആനന്ദിക്കുന്നു. ലോകം തൽക്ഷണ വിജയം ആഗ്രഹിക്കുന്നു, ദൈവം ഉള്ളിൽ നിന്ന് ക്ഷമയോടെ ഹൃദയങ്ങളെ മാറ്റുന്നു. ഇത് വ്യക്തിപരമാകുന്നിടം. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷം ഒരു ആശയം എന്നതിൽ നിന്ന് വ്യക്തിപരമായ ഒന്നായി മാറുന്നത്. ചിലപ്പോൾ നമ്മുടെ വിളി പരാജയപ്പെട്ടു എന്ന് നാം കരുതുന്നു, കാരണം അത് സാധാരണമാണ്. ഒരു അമ്മ പറയുന്നു, ഞാൻ എന്റെ കുട്ടികളെ വളർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു പിതാവ് പറയുന്നു, ഞാൻ ദിവസവും ജോലിക്ക് പോകുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു സന്യാസി പറയുന്നു, ഞാൻ വർഷങ്ങളായി സേവിക്കുന്നു, പക്ഷേ അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു വൈദികൻ പറയുന്നു, എന്റെ ഇടവക ചെറുതാണ്. ഒരു യുവാവ് പറയുന്നു, എന്റെ പ്രാർത്ഥനകൾ ഒന്നും മാറ്റുന്നതായി തോന്നുന്നില്ല. യേശു സൗമ്യമായി മറുപടി പറയുന്നു, നീ ലോകത്തെപ്പോലെയാണ് ചിന്തിക്കുന്നത്. ദൈവം നിന്നോട് പ്രശസ്തനാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അവിടുന്ന് വിശ്വസ്തനാകാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് രാത്രിക്കുരാത്രി ഒരു വലിയ വൃക്ഷമാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അവിടുന്ന് ഒരു കടുകുമണിയാകാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് അസാധാരണനാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അവിടുന്ന് പുളിപ്പാകാൻ ആവശ്യപ്പെട്ടു. ചിലപ്പോൾ നാം ജീവിതം മുഴുവൻ ചോദിക്കുന്നു, അത്ഭുതങ്ങൾ എവിടെ? ദൈവം ഒരുപക്ഷേ ഇങ്ങനെ മറുപടി പറയുന്നുണ്ടാവാം, ഞാൻ നട്ട അത്ഭുതം നീയാണ്. 2 ചെറിയ ജീവിതങ്ങൾ. ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു തെരേസ ഇത് നന്നായി മനസ്സിലാക്കിയിരുന്നു. അവൾ ഒരിക്കലും ലോകം ചുറ്റി സഞ്ചരിച്ചില്ല, ജനക്കൂട്ടങ്ങളോട് പ്രസംഗിച്ചില്ല, വലിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചില്ല. അവൾ ചെറിയ പ്രവൃത്തികൾ അസാധാരണമായ സ്നേഹത്തോടെ ചെയ്തു. ഇന്ന് അവൾ മിഷൻ പ്രദേശങ്ങളുടെ മധ്യസ്ഥയാണ്, ഒരു ചെറിയ വിത്ത് ഒരു വലിയ വൃക്ഷമായി വളർന്നത്. മദർ തെരേസയും അതേ സുവിശേഷം ജീവിച്ചു. അവർ ഒരു ലോകവ്യാപക മിഷനോടെയല്ല തുടങ്ങിയത്. ഒരു വ്യക്തിയോടെ, ഒരു മുറിവിനോടെ, ഒരു പുഞ്ചിരിയോടെ, ഒരു സ്നേഹപ്രവൃത്തിയോടെ ആയിരുന്നു തുടക്കം. അങ്ങനെയാണ് രാജ്യം വളരുന്നത്. തിരി. എപ്പോഴും എന്നെ സ്പർശിക്കുന്ന മറ്റൊരു ചിത്രം: എണ്ണവിളക്ക്.
എല്ലാവരും ജ്വാലയെ ആരാധിക്കുന്നു. തിരി ആരും ശ്രദ്ധിക്കാറില്ല, അത് സാവധാനം സ്വയം എരിഞ്ഞിടങ്ങുന്നു, ആരും ശ്രദ്ധിക്കാതെ, ആരും ഫോട്ടോ എടുക്കാതെ, എന്നിട്ടും അതില്ലാതെ വെളിച്ചമില്ല. അതാണ് നമ്മുടെ ക്രൈസ്തവ വിളി. യേശുവിനോട് ചേർന്നു നിൽക്കുക, പരിശുദ്ധാത്മാവിന്റെ എണ്ണയിൽ കുതിർന്നിരിക്കുക, ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലൂടെ ജ്വലിക്കാൻ അനുവദിക്കുക. ആളുകൾ നിന്നെ ഒരിക്കലും ശ്രദ്ധിച്ചില്ലെന്നു വരാം, പക്ഷേ അവർ അവിടുത്തെ വെളിച്ചം കാണും. സ്നാപക യോഹന്നാൻ ഇത് മനസ്സിലാക്കി. അവിടുന്ന് വളരണം, ഞാൻ കുറയണം. തിരിച്ചെയ്യുന്നത് കൃത്യമായി അതാണ്. വെളിച്ചം നിലനിൽക്കാൻ വേണ്ടി അത് അപ്രത്യക്ഷമാകുന്നു. ഒരു ചെറിയ തുടക്കം, ലളിതമായി പറഞ്ഞാൽ. ഒരു വ്യക്തിഗത അനുഭവം പങ്കുവയ്ക്കട്ടെ. ഏകദേശം ഒരു വർഷം മുമ്പ് ഈ യൂട്യൂബ് ശുശ്രൂഷ ഞങ്ങൾ ആരംഭിച്ചു. വലിയ സ്റ്റുഡിയോ ഇല്ല, ചെലവേറിയ ക്യാമറകൾ ഇല്ല, പ്രൊഫഷണൽ എഡിറ്റിംഗ് ഇല്ല, വെറും ഒരു സാധാരണ മൊബൈൽ ഫോൺ. ടൈറ്റിലുകൾ, തംബ്നെയിലുകൾ, അൽഗോരിതങ്ങൾ, എഡിറ്റിംഗ് എന്നിവയെക്കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ലായിരുന്നു. ഞാൻ വെറും പ്രാർത്ഥിച്ചു, ചിന്ത തയ്യാറാക്കി, പോസ്റ്റ് ചെയ്തു. ഇത് കുറച്ചാഴ്ചകൾ മാത്രമേ നീണ്ടുനിൽക്കൂ എന്ന് ചിലർ കരുതി കാണും. പക്ഷേ ദൈവത്തിന് മറ്റ് പദ്ധതികളുണ്ടായിരുന്നു. ഒരു വർഷത്തിനുശേഷം ആ കടുകുമണി ഇപ്പോഴും വളരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സഹോദരീസഹോദരന്മാർ ഇപ്പോൾ സഹായിക്കുന്നു. ഈയിടെ എഡിറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയ ഒരു സഹോദരൻ ഇപ്പോൾ വിശ്വസ്തയോടെ വീഡിയോകൾ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ ചിന്ത എഴുതി അയക്കുന്നു, ബാക്കി അവൻ നിശബ്ദമായി ചെയ്യുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷം. ഒരു വിത്ത്, മറ്റൊരു വിത്ത്, വീണ്ടും മറ്റൊന്ന്. പെട്ടെന്ന് ദൈവം ഒരു വൃക്ഷം വളർത്തുന്നു. ഇത് എന്റെ ശുശ്രൂഷയല്ല, ഇത് അവിടുത്തെ രാജ്യമാണ്. ഒരുമിച്ച്, ഒറ്റയ്ക്കല്ല. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ ഇങ്ങനെയായിരിക്കാം, ഒറ്റയ്ക്കല്ല, ഒരുമിച്ച്. ഒരാൾ പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ വിവർത്തനം ചെയ്യുന്നു, ആരെങ്കിലും എഡിറ്റ് ചെയ്യുന്നു, ആരെങ്കിലും പങ്കുവയ്ക്കുന്നു, ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നു, ആരെങ്കിലും സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നു, ആരെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, ആരെങ്കിലും വെറുതെ ഒരു സുഹൃത്തിനോട് പറയുന്നു. ഇന്നത്തെ ചിന്ത കേൾക്കൂ. ഓരോ സംഭാവനയും ചെറുതായി തോന്നാം, പക്ഷേ ഒരുമിച്ച് അവ ദൈവരാജ്യമായി മാറുന്നു. അതുകൊണ്ട് ഒരു ലളിതമായ ക്ഷണം ഞാൻ നൽകട്ടെ. ഈ ദിനചിന്തകൾ നിങ്ങളുടെ പ്രാർത്ഥനയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടുകുമണിയുടെ ഭാഗമാകൂ. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വീഡിയോ ഒരു സുഹൃത്തുമായി പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷേ വിവർത്തനം ചെയ്യാം. ഒരുപക്ഷേ നിങ്ങളുടെ കഴിവുകൾ വാഗ്ദാനം ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷീണിതരാകുമ്പോൾ വെറുതെ പ്രോത്സാഹിപ്പിക്കാം. ഓരോ ചെറിയ പ്രവൃത്തിയും പ്രധാനമാണ്, കാരണം ദൈവരാജ്യം ഒരിക്കലും ഒരു വ്യക്തിയിലൂടെ മാത്രം വളരുന്നില്ല, അത് വിശ്വസ്ത ഹൃദയങ്ങൾ നട്ട എണ്ണമറ്റ മറഞ്ഞ വിത്തുകളിലൂടെയാണ് വളരുന്നത്. പറഞ്ഞേക്കൽ. എന്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് എങ്ങനെ ലോകം മുഴുവൻ മാറ്റാം എന്ന് ചോദിക്കരുത്. പകരം ചോദിക്കുക, ഇന്ന് ദൈവം എന്നോട് നടാൻ ആവശ്യപ്പെടുന്ന കടുകുമണി എന്താണ്? ഒരു പ്രാർത്ഥന, ഒരു ക്ഷമാപ്രവൃത്തി, രോഗിയെ ഒരു സന്ദർശനം, ഒരു ബൈബിൾ വാക്യം പങ്കുവയ്ക്കൽ, ഒരു കുട്ടിയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൽ, ഒരു കുടുംബം ഒരുമിച്ചു പ്രാർത്ഥിക്കൽ, ഒരു മറഞ്ഞ ത്യാഗം, ഒരു വിശ്വസ്തമായ യാതെ. ചെറിയ തുടക്കങ്ങളെ ഒരിക്കലും കുറച്ചു കാണരുത്. ദൈവത്തിന്റെ കൈകളിൽ ഒരു കടുകുമണി വയ്ക്കുമ്പോൾ അത് എണ്ണമറ്റ ജീവിതങ്ങൾക്ക് അഭയം നൽകുന്ന ഒരു വൃക്ഷമായി മാറുന്നു. ഒരു സാധാരണ ഹൃദയം പൂർണ്ണമായി ക്രിസ്തുവിന് സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിന് അതിലൂടെ ലോകത്തെ മാറ്റാൻ കഴിയും. ആമേൻ.